ഒത്തുകളിച്ചോ സതീശ. ഗുലാബ് സിന്ദാബാദ്. അവസാനത്തിൽ നേരെ വന്ന്. ഇനിയല്ല ആരായാണ്? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. സാർ, എന്താണ് അവിടെ അയൽവക്കത്തെ അവസ്ഥ? പിണറായില് അല്ല, എന്താ ഉള്ളത് വെച്ചാൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ആ റെയ്ഡ് നടക്കുന്നത് പിന്നെ എന്ത് താല്പര്യത്തിന്റെ മേലെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. പബ്ലിക്കിന് മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ കോടതിയുടെ കമന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സംഗതിയുടെ മേലെയാണ് ഈ പറയുന്ന റെയ്ഡ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെ. അപ്പോ പിന്നെ CMR പിന്നെ സംഭവത്തുമായിട്ട് ബന്ധപ്പെട്ട സാധനം. ഓക്കെ. അപ്പൊ അതിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഈ പിന്നെ CMRL വിഷയം വളരെ പ്രധാനമായിട്ടൊരു വിഷയം. പിന്നെ എക്സാലോജിക് കമ്പനിയുടെ രജിസ്ട്രേഷന്റെ സംഭവം ഉണ്ട് ഇതിനകത്ത്. ഈ എക്സാലോജിക് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ അഡ്രസ്സ് കൊടുത്തത്, ഇതാണ് ഏറ്റവും കീ ആയിരിക്കുന്ന വിഷയം. അതെ. അത് അഡ്രസ്സ് കൊടുത്തത് ആരാന്ന് പറഞ്ഞ AKG സെന്ററിന്റെ അഡ്രസ് ആണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന വിജയൻ കൊടുക്കുന്നത് തന്റെ മകൾക്ക് വേണ്ടി. AKG സെന്റർ. അപ്പൊ ഇത് കൊടുക്കുന്നതോടുകൂടി എന്തായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസൂത്രിതമായി ഒരു കളവ് നടത്താൻ തീരുമാനിച്ചിട്ടാണ് ഈ അഡ്രസ് കൊടുത്തത് എന്നാണ് അതിനർത്ഥം. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്വേഷണം റെയ്ഡ് നടത്തുന്നത് ഉദ്ദേശശുദ്ധിയോടെയാണ് എങ്കിൽ അത് അടിവരയാണ് കേട്ടോ. അതെ, മനസ്സിലാവും. ആണ് എങ്കിൽ തീർച്ചയായും ഇവർ ഇതിനകത്ത് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം. രണ്ടാമത്തെ വിഷയം ഇതിന്റെ മേലെ വരുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രതിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന് ചിരിയാന്ന് വരുന്നത്. CPI പോലുള്ള പാർട്ടിയുടെ പിണറായിണ്ടായിരിക്കുന്ന ഒരു ബലത്തിന്റെ ഒരു ലക്ഷം കോടി അംശത്തിൽ ഒരു അംശം പോലും ഇതിനകത്ത് ബഹുജന അവിടെ ഇല്ല. അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞാൽ ഇയാളുടെ സിൽബന്തികളായി വരുന്ന ഗ്യാങ് മാത്രമാണ് അവിടെ വന്നത്. വേറെ ആരുമില്ല. അപ്പൊ ഒരു പ്രതിഷേധം എന്ന സംഭവത്തിന്റെ ജനകീയ രൂപത്തിലേക്ക്, ജനകീയ സ്വഭാവത്തിലേക്ക് ആ പ്രതിഷേധം വളർന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇയാളെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അതിൽ കവിഞ്ഞ് വേറെ ഒരു പ്രാധാന്യവും അതിലില്ല. ഇത് പിന്നെന്താന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പിന്നെ വേറൊരു വിഷയം നമ്മൾ തിരിച്ചാലോചിക്കേണ്ട വിഷയം, ഈ വന്നിരിക്കുന്ന കൂട്ടത്തിനകത്ത് എത്ര ആളുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇയാൾക്ക് വോട്ട് ചെയ്തവരാണ് എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കാരണം 6 റൗണ്ട് അയാൾ പുറകിലേക്ക് പോയി എന്ന് പറഞ്ഞ അർത്ഥം ഈ പങ്കെടുത്തിരിക്കുന്നവൻ ഉൾപ്പെടെയുള്ളവൻ എന്ത് ചെയ്യേണ്ടത് ഇയാൾക്കെതിരെ വോട്ട് ചെയ്തവരായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നൊരു ചിത്രം ഉണ്ടായി എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണ്? ഇയാൾ പറ്റിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല് പാർട്ടി ഇതിനകത്ത് പങ്കാളി അല്ല എന്നാണ് എന്റെ വാദം. വിജയനാണ് പങ്കാളി. ഉറപ്പായിട്ടും സാർ. ഇപ്പൊ അവിടെ കൂടിയിരിക്കുന്നതിന്റെ വിഷ്വൽസ് നമുക്ക് കിട്ടിയതനുസരിച്ചിട്ട് PD സതീശനെതിരായിട്ടും EDക്കെതിരായിട്ടും ഒക്കെ മുദ്രാവാക്യം വിളി നടക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നു. അതെ. അപ്പൊ അതാണ് പറയുന്നത്. അതായത് പാർട്ടി ഇതിനകത്ത് ഇയാൾ വലിച്ചെടുക്കുകയാണ്. നിങ്ങൾ അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഏത് ക്രൈം ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ രണ്ടാമത് പറ്റി പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാല് നാടൊന്നാകെ ജനങ്ങളൊന്നാകെ പാർട്ടിയുടെ പുറകെ അടിനിരക്കണമെന്നാണ്. ഇയാൾ നടത്തുന്ന മുഴുവൻ കുറ്റകൃത്യങ്ങളെയും പാർട്ടി എന്ത് ചെയ്യും? പാർട്ടിയുടെ വൗച്ചറിലാണ് ഇയാൾ മുറിക്കുക. തീർച്ചയായും. ഇപ്പൊ എന്നിട്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ അടക്കം പറയുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഇത് അങ്ങേയറ്റം രഹസ്യമായാണ് സംഗതി ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ളതാണ്. EDയുടെ എല്ലാ വർക്കുകളും ഓപ്പറേഷൻ അങ്ങനെയാണ്. പക്ഷെ ഞാൻ കാണുന്ന ആടെയല്ല. ഈ പറയുന്ന വിജയൻ എന്നയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലം തൊട്ട് എത്ര ആളുകളെ കാലപുരിക്കയച്ചിട്ടുണ്ട്. കാലപുരിക്ക് അയക്കപ്പെടുന്നതിന്റെ നിമിഷം വരെ അറിഞ്ഞിട്ടുണ്ടോ എന്നെ ഇവൻ കുറിയിട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ലല്ലോ. ജീവിതത്തിൽ ഒരു നിമിഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരുമെന്ന് പറയുന്ന ഒരു വിധിന്യായമുണ്ട്. ഒരു നിമിഷത്തിലെങ്കിലും ചിലപ്പോൾ ആ സങ്കടം ഇയാൾ അഭിമുഖീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇയാളുടെ സാന്നിധ്യത്തിൽ, വാർത്തകൾ ശരിയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇയാളുടെ മകളെ തിരുവനന്തപുരത്ത് ഇയാളുടെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇയാൾ സാക്ഷിയായി നിൽക്കുകയാണ്. ഇയാൾ ഇതിനു മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി പഠിക്കുന്ന മുഴുവൻ ആളോട് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അയാൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാല് പിന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് ധരിച്ച് ആരും ഒരു വെള്ളം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെച്ചെന്നാണ്. ഇവിടുന്ന് എന്തെങ്കിലും അതായത് വളരെ ഉദ്ദേശശുദ്ധിയോടെയാണ് ഈ സാധനം നടക്കുന്നത് എങ്കിൽ ഉറപ്പാണ് അയാളെ നാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ചിലപ്പോൾ അയാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടിയും വരും. അങ്ങനത്തെ ഒരു ഏറ്റവും പിന്നെ സുന്ദരമായ ഒരു നിമിഷം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണോ
പിന്നെ ഈ പറയുന്ന ആളുകൾ പ്രതിഷേധത്തിൽ വന്നിരിക്കുന്ന ആളുകൾ ഇവിടുന്ന് ഇഡിയുടെ കാലിട്ട് വിട്ടടിച്ചു കൊടുക്കുന്നതിനെ പറയുക എന്തോ ഒരു ബോറായത്. ഇവിടെ പാർട്ടിയല്ല ഇതിന് ഉത്തരവാദി, പാർട്ടിക്ക് ഇതിനകത്ത് പങ്കില്ല. വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളും അയാളുടെ കൂടെ സംഘവും നടത്തിയിരിക്കുന്ന ആഭാസ തലങ്ങളുടെ തുടർച്ചയുടെ പരിണതിയാണ് ഈ കാണുന്ന സാരം. ഇനി വേറൊരു വിഷയം നിങ്ങൾ എടുത്തോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരാൾ, അതായത് 1920 ഉണ്ടായിരിക്കുന്ന പാർട്ടി തൊട്ട് 2026 വരെയുള്ള കാലയളവിൽ എത്ര ആളുകൾ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യൻ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ആ റെയ്ഡ് എന്തായിരുന്നു അറിയോ? ആ റെയ്ഡ് മുഴുവൻ തന്നെ എന്താ വെച്ചാൽ പൊളിറ്റിക്കലായ സംഭവത്തിന്റെ മേലെയാണ് റെയ്ഡ് നടന്നത്. പൊളിറ്റിക്കലാണ്. ഇതോ ഈ പാർട്ടിയുടെ CPM ഉണ്ടായിരിക്കുന്ന 64 ഉണ്ടായതിനു ശേഷം ഈ കാലയളവിൽ ഇത് നടാടെയായാണ് ഇത്തരം ഒരു സംഭവത്തെ പാർട്ടി ഫേസ് ചെയ്യുന്നത്. അത് ഫേസ് ചെയ്യുമ്പോൾ എന്തിന്റെ മേലെയാണ്? അഴിമതിയുടെ മേലെയാണ് സാധനം വരുന്നത്. അഴിമതി എത്ര സാധനം തൊട്ട് പറയുക വരാనికి എത്ര കേസുകൾ. സ്വപ്ന സുരേഷിന്റെ കേസ് വരും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വരുന്നില്ലേ? എത്ര കേസുകളുണ്ട്. അതുപോലെയുള്ള ഒരുപടി സംഭവങ്ങളുടെ മാലപ്പടക്കങ്ങളാണ് വാസ്തവത്തിൽ ഇനി വരാനിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാനിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല്, കാലം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അങ്ങനെ കയ്യിൽ വെച്ചിട്ട് കളിക്കാനുള്ള സാധനമല്ല. അത് അങ്ങനെ കളിക്കാനും കഴിയില്ല. ഈ കളിക്കാനും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കവെയാണ് എത്ര ദുർബലമായ പ്രതിഷേധമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന വാടിയാലെ മുകളിൽ നടക്കുന്നത്. എത്ര ദുർബലമായ പ്രതിഷേധമാണെന്ന് നിങ്ങൾ സാധാരണ നിലയിലാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന റോഡുകൾ മുഴുവൻ തന്നെ ബ്ലോക്ക് ആവേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭവം ഒന്നും സംഭവിച്ചില്ല. കുറച്ച് ആളുകൾ വന്നിങ്ങനെ വെറുതെ കുറച്ച് പേര് മുദ്രാക്കി വിളിച്ച് കുറച്ച് ആളുകൾ അങ്ങനെ പോകുന്നു നിൽക്കാൻ വെച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് ആളുകൾക്കെല്ലാം തന്നെ മനസ്സിലായിരിക്കുന്നു സംഭവം. ഈ മനസ്സിലാകുന്ന ചിത്രം ഉണ്ടാകുമ്പോഴാണ് ഈ പാർട്ടിയെ വാസ്തവത്തിൽ ഇയാൾ ഒറ്റുകൊടുക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയ സാധനം പാർട്ടി മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെയാണ് AKG സെന്റർ അഡ്രസ് ഈ എക്സാലോജി കമ്പനിക്ക് നൽകിയത്. അതിന് പാർട്ടിയോട് സമാധാനം പറയണം. പാർട്ടിയോട് ഇയാൾ സമാധാനം പറയണം. അതോടൊപ്പം തന്നെ MA ബേബിയുടെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അല്ല ബേബി പെരുമാറേണ്ടത്. ബേബി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ഗിരിമയിലും ഗംഭീരത്തിൽ നിന്നുകൊണ്ട് വിജയനോട് ചോദിക്കണം എന്താണ് വാസ്തവം സംഭവിച്ചത്, പരസ്യമായി പബ്ലിക്കിനോട് പറയണമെന്ന് കൽപ്പിക്കുന്നിടത്ത് വെച്ചാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നിടത്താണ് അയാൾ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവുന്നത്. അല്ലെങ്കിൽ ഇയാൾ ശിവായി മാത്രമാണ്. ഇതാണ് ഇതിനകത്ത് വരുന്നിരിക്കുന്ന ഏറ്റവും വിചിത്രമായ ഒരു സംഭവം, ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ സംഭവം. അവിടെ ചരിത്രമെന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കാൽ കീഴിൽ അമർന്നിട്ട് ഇങ്ങനെ നിർത്തി നാട്ടുകാരെ മുഴുവൻ തന്നെ ഭരിച്ചു കളയാവുന്നുള്ള അയാളുടെ വ്യാമോഹത്തിന് കാലവും ചരിത്രവും നൽകുന്ന ഗംഭീരമായിരിക്കുന്ന ഒരു തിരിച്ചടിയാണിത്. ഇതെങ്ങനെയാണ് എങ്കിലാണെന്നാണ് ഈ റെയ്ഡിന്റെ ഉദ്ദേശശുദ്ധി സത്യസന്ധമാണ് എങ്കിലാ ഞാൻ പറഞ്ഞത് കേട്ടാ. ഉറപ്പായിട്ടും സാർ ആ വാചകം അടിവരയിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് സത്യസന്ധമാണ് എങ്കിലും അങ്ങനെയാണ്. ഉറപ്പായിട്ടും അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ പാർട്ടിക്ക് ഇങ്ങനെ ഇടപെടേണ്ടി വരുന്ന രീതിയിലേക്ക് എത്തിച്ചത് AKG സെന്ററിന് വിലാസം കൊടുത്തത് കൊണ്ട് മാത്രമാണ്. പാർട്ടി മെമ്പർ പോലും അല്ലാത്ത മകളെ AKG സെന്ററിന്റെ പേരിൽ അത് തീരെഴുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന രീതിയിൽ വന്നിട്ട് പോലും ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല ഇതുവരെ നാവിറങ്ങിപ്പോയ നേതാക്കന്മാർക്കും സഖാക്കൾക്കും എല്ലാം ഉള്ള തിരിച്ചടി കൂടിയാണത്. എല്ലാവരും ഉത്തരവാദിയാണ്. ഒരു കാര്യം കൂടി, ഈ കോടിയേരിയുടെ മകനില്ലേ ബിനീഷ് കോടിയേരി കൊടുത്ത് വന്നപ്പോ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോലോ. ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ഒരു ഉത്തരവാദിത്വം കോടിയേരി കാണിച്ചപ്പോ ഈ വിഷയത്തിന് മേലെ MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഈ കുട്ടിയെ ന്യായീകരിക്കാൻ ഏത് പാർട്ടി നീതിബോധത്തിനും ഏത് കമ്മിറ്റ്മെന്റ് മേലെയാണ് ഈ കുട്ടിയെ ന്യായീകരിച്ചത്? എന്തിന്റെ മേലെയായിരുന്നു ന്യായീകരണം? അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ പോലെയല്ലേ ഇദ്ദേഹത്തിന്റെ മകൾ? അല്ലേ? ഈ ഒരു വളരെ സിമ്പിൾ ആയിരിക്കുന്ന ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാത്ത കടപ്പണം കിട്ടാത്ത നട്ടലില്ലാത്തവരായി മാറിപ്പോയതിന്റെ മാറ്റിയതിന്റെ അനിവാര്യമായ ദുരന്തമാണ് ഈ പാർട്ടിക്ക് ഇത്രയേറെ ആഘാതമുണ്ടാക്കുന്ന ഒരു വലിയ പാതകം ഇയാൾ പാർട്ടിയുടെ മേൽ ചെയ്തു വെച്ചത്. ഞാനിപ്പോ നിൽക്കുന്ന കട്ടപ്പൊരയുടെ പുറകിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കട്ടപ്പൊരയാണ്. ഇതുപോലെ എത്ര നിസ്സഹായരും വിലാലംബരുമായിരിക്കും എത്ര കേഡേഴ്സിന്റെ ചോരയും നീരുമാണ് ഈ പാർട്ടി അല്ലേ? അങ്ങനെയുള്ള ആളുകളുടെ ഒരു വൈകാരികതയും പരിഗണിക്കാതെ അർമാദിക്കുക, കൂത്തടിക്കുക, സർവ്വതും ചെയ്യുക, ധിക്കാരം ചെയ്യുക, ജനങ്ങളെ പറ്റിക്കുക, കൊള്ളയടിക്കുക, ഇതിന് താനും തന്റെ കുടുംബവും അർമാദിച്ച് ജീവിക്കുക. ഈ ആഭാസ തരത്തിന് സ്വാഭാവികമായി ചരിത്രം നൽകുന്ന അതിമനോഹരമായ, ഇത് സത്യസന്ധമാണ് എങ്കിൽ അതിമനോഹരമായ ഒരു സംഭവമായ ജഡ്ജ്മെന്റിന്റെ സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുവെന്നാണ് എനിക്ക് തോന്നുന്നത് മാഡം. തീർച്ചയായിട്ടും സർ, ഇന്നലത്തെ ഒരു വിധിന്യായത്തിൽ തന്നെ ഇത്രയും നാള് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന ഒരു പരിചയം എന്ന് പറയുന്നത് രാഷ്ട്രീയ വേട്ടയാടൽ എന്നായിരുന്നു. പക്ഷെ അതിന് നിയമസാധ്യതയുണ്ട്, തുടരന്വേഷണം വേണം എന്നുള്ള കോടതി പറഞ്ഞ് സെക്കൻഡ് മുതൽ അദ്ദേഹം മുൾമുനയിലായിരിക്കും.
അതെ അതെ അതെ. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം പോലും രാജിവെക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇവിടെ ഒരാള് പ്രതിപക്ഷ നേതൃനിരയിലേക്ക് ഉയർന്നു വരികയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഒരിക്കലും കസേര വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ ഇതുകൂടി കഴിയുമ്പോൾ എന്തായാലും പിണറായി വിജയന്റെ ഈ കൃത്യമായിട്ട് നിസാർ പറഞ്ഞതുപോലെ ബേബി ഇത്തരത്തില് ജനങ്ങളോട് തുറന്നു പറച്ചിൽ നടത്തണമെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതിന് അദ്ദേഹം തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും MLA ആയിട്ടിരിക്കാനോ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനോ അദ്ദേഹത്തിന് യാതൊരുവിധ റൈറ്റ്സും ഉണ്ടാവില്ലേ അവിടെ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ അവിടെ വീടിന് തൊട്ടടുത്താണല്ലോ, ആ സ്ഥലത്ത് പിണറായി വിജയനോ മറ്റ് കുടുംബാംഗങ്ങളോ ആരുമില്ല, ആ വീട് പൂട്ടിയിട്ടിരിക്കുന്ന വീടാണെന്നുള്ളതാണ്. അങ്ങനെ ആരുമില്ല. അതിന് തൊട്ടടുത്തുള്ള ഒരാളോടാണ് ചോദിച്ചത്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് അറിയില്ല, താക്കോലിനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവര് വരുന്നത്. അല്ല, സാധാരണഗതിയിൽ ഒരു വീട്ടിലെ റെയ്ഡ് നടക്കുമ്പോ ബന്ധപ്പെട്ട ആരെങ്കിലും സാന്നിധ്യം ഉണ്ടാവണല്ലോ. അല്ല, പിണറായിലെ പാർട്ടിക്കാരെ മറ്റോ അവർ വിവരം അറിയിച്ചത്. അതല്ല, അതിന്റെ മുമ്പിലുള്ള ആളോട് പറഞ്ഞിട്ട് അവര് വന്നിട്ട് അവരെ അനുവാദത്തോടു കൂടിയാണല്ലോ വീട് ഡോറ് തുറക്കല് ചെയ്യുന്നത്. തുറന്ന് അവർ പരിശോധിച്ചു. എന്തെങ്കിലും സാധനം കണ്ടെത്തുകയാണ് എങ്കിൽ, കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തേക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടെത്തൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു റെയ്ഡിലൊന്നും കണ്ടെത്താനായില്ലെങ്കിൽ പിന്നെ ഒരു വേട്ടയാടൽ പരിവേഷത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് സത്യസന്ധമാണ് എങ്കിൽ. അന്നേരം തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് AKI സെന്ററിന്റെ അഡ്രസ് കള്ള അഡ്രസ് കൊടുത്തിട്ട് ഈ സാധനം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ അതിന് പിന്നീട് ഒരു ഇന്റൻഷൻ ഉണ്ടായത്. ആ ഇന്റൻഷൻ എന്താണ്? അത് ചീറ്റിംഗ് ആയിരുന്നു. അതാണ് പാർട്ടിയെ പറ്റിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പറ്റിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിക്കാൻ, ജാഥ വിളിക്കാൻ, ആളെ കൂട്ടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇവർ വീണ്ടും പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ പറ്റിപ്പും തരികടയും മനസ്സിലാവുന്നില്ല എങ്കിൽ പിന്നെ ആ പാർട്ടിന്റെ അത് നിൽക്കുന്നവരോട് സഹകരിക്കല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സത്യസന്ധമല്ലെങ്കിൽ സാർ പറഞ്ഞതുപോലെ അടിവരയിട്ട് പറഞ്ഞ വാചകം പോലെ ഇത് ഒരു നാടകമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ വേട്ടയാടൽ പരിവേഷത്തിലേക്ക് തിരിച്ചുവരവിലേക്കുള്ള ഒരു നാടകമാവാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും അങ്ങനെ ആഗ്രഹിക്കുക. കാരണം എന്താ പറഞ്ഞാല് വേറൊരു വളരെ ഗൗരവതരമായിരിക്കുന്ന മറ്റൊരു പൊളിറ്റിക്കൽ സംഭവം ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതെ, ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനകത്ത് പിന്നെ BJP കൂടി സ്വീകാരനായിരിക്കുന്ന ഒരാളെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി രാജ്യസഭയിലേക്ക് പറഞ്ഞേക്കുന്നതിനുള്ള നാടകം ഇതിന്റെ പുറകിൽ സമ്മർദ്ദമായി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ചിലപ്പോൾ അത്തരത്തിലുള്ള ദുരൂഹമായ നീക്കങ്ങളും ഇതിന്റെ പുറകിൽ സംഭവിച്ചാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ഇല്ല, ഈ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത്രയും വർഷങ്ങൾ പേടിപ്പിച്ച് മാത്രം നിന്നതാണ്. അതെ, പേടിപ്പിച്ച് മാത്രം നിന്നിരുന്നൊരു കേന്ദ്ര സർക്കാരിന്റെ ടീം ഇപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തില് തലയ്ക്ക് വെളിവ് വന്ന് ഇങ്ങനെ കയറി എന്ന് പറയുമ്പോൾ ആർക്ക് തോന്നുന്ന ഒരു സംശയമാണത്. അപ്പൊ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് അറിയണം. പിന്നീട് വരുന്നത് ആനന്ദാന്ന് പറഞ്ഞാല് ഇതെല്ലാം പിന്നെ VD സതീശൻ മറ്റേ ഇമാതിരി വിഡ്ഢിത്തൽ ഇപ്പോ പറഞ്ഞു നടക്കുക. എന്നിട്ട് അതിന് ഏതോ ഒരു വക്കീലാന്ന് പറയുന്ന ഒരുത്തൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ജാമ്യം എടുക്കാന്നല്ല, അതിന് വാദിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ അറിഞ്ഞു നിൽക്കുക. ഇതെല്ലാം എന്താന്ന് പറഞ്ഞാല് അവനവന്റെ കോമൺ സെൻസിനെ പോലും ചോദ്യം ചെയ്ത സംഭവങ്ങളല്ലേ. അവന്റെ കോമൺ സെൻസിനെ പറ്റി ചോദിച്ചു. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ എന്താ പറയുക, അത് തള്ളിക്കളിയാണെന്ന് മാത്രമാണ്. പക്ഷെ ഇതിനുള്ള അഭിപ്രായം പറയേണ്ട ഒരാളാരാന്ന് പറഞ്ഞാൽ പാർട്ടിയിലായ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടതുണ്ട്. ഇതിനകത്ത് എന്താണ് സംഭവത്തിന്റെ മുകളിൽ കാര്യമാത്ര പ്രസക്തമായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലും കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഈ ഭക്തശിരോമണി സംഘത്തിന്റെ ഭാഗമായി നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്ന പരിപാടി വരികയാണ് എങ്കിൽ ഒന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ചരമക്കുറിപ്പ് പിന്നെ എഴുതുമെന്നുള്ളത് മാത്രമാണ്. അതിന്റെ വിഷയമുണ്ട്. പിന്നെ വേറൊന്ന് ഞാൻ വളരെ അനുഭവത്തോടെയും അതിശയത്തോടെയും ഞാൻ ചോദിക്കുകയാണ്, ഒരു പാർട്ടി പോൾ ബ്യൂറോ മെമ്പറുടെ വീട്ടിൽ റെയ്ഡ് നടത്തുക. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്താ കഥ? അതാ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ താമസിക്കുന്ന കട്ടപ്പറക്ക താമസിക്കുന്നത് എന്റെ അച്ഛനെ പൈസ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാതെ തോന്നുന്ന പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ. ഇത് ഉണ്ടാക്കിയ ഇയാളല്ലല്ലോ അത് ഉണ്ടാക്കിയിട്ട്, ഉണ്ടാക്കിയിട്ട് എന്റെ അച്ഛനെ പോലെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയ സാധനം ഈ സാധനോ പേര് അതാണല്ലോ മകളുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നത്. ഒരാൾ പോലും ഇതുവരെ ചോദ്യം ചെയ്തില്ലല്ലോ. ചോദിച്ചിട്ടില്ല. എന്നിട്ടാണ് അയാളത് ചെയ്യാന്ന് പറഞ്ഞാല് തന്റെ ഈ AKI സെന്ററിന്റെ അഡ്രസ് എഴുതിക്കോന്നാ പറഞ്ഞ്. ഇങ്ങനത്തെ ആലോചിച്ച് നോക്കുന്നേ. ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആലോചിക്കും. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ആലോചിക്കില്ല. അന്നേരം ഇത്രയും വലിയ ക്രൈം ചെയ്ത് ഇത്രയും കാലമായി ഇയാൾ അതിനകത്ത് നിന്നിട്ട് ഈ മണ്ണുണ്ണികളെ കൊണ്ട് അയാൾ ചിന്താവാദി കുളിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അതിന് വേണ്ടി പിന്നെ ഇവിടെ ജാഥ വിളിക്കാൻ വരികയാണ്. ഇപ്പോഴും പുറത്ത് നിന്നിട്ട് ജാഥ വിളിക്കുന്നത് പ്രസ്ഥാനത്തെ തൊട്ട് കളിച്ച ഈടിനെ മുട്ടുകാല് തല്ലി പിടിക്കുന്നുള്ള രീതിയിലാണ്. പ്രസ്ഥാനത്തെ അല്ലല്ലോ തൊട്ടത്.
അത് പ്രസ്ഥാനത്തിൽ ഒരു പേര് പോലും ഇല്ലാത്ത വീണ വിജയൻ എന്ന് പറയുന്ന മെമ്പർ പോലും അല്ലാത്ത ആൾക്കെതിരെയാണ് അന്വേഷണം വന്നിരിക്കുന്നത്. നാണംകെട്ട രീതിയിൽ ഒരു മുദ്രാവാക്യം വിളി ഇതുവരെ കേട്ടിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത്. ഇതെന്താ ശരിക്കും പറഞ്ഞാല് ഇയാളുടെ ഭക്തശിരോമണ സംഘത്തിന്റെ അകത്തുള്ള ആളുകൾ മാത്രമാണ് ഈ പ്രതിഷേധത്തിന്റെ അകത്തുള്ള പങ്കാളികൾ. മറ്റല്ലാതെ അതൊരു ജനകീയ പ്രതിഷേധമോ ജനകീയ പ്രതിരോധം അതിന്റെ ഭാഗമായിട്ട് ഇത് വളർന്നിട്ടില്ലാതെ വളരുകയുമില്ല. അങ്ങനെ വളരില്ല എന്നുള്ളതിന് തെളിവ് കൂടിയായിരുന്നു കഴിഞ്ഞ തവണ പാർലമെന്റിൽ നിയമസഭയിൽ ഇയാൾ പിന്നെ ഈ രീതിയിൽ കുറച്ച് 6 റൗണ്ട് ഇയാൾ പുറകിലേക്കും പോയത്. ഈ വന്നിരിക്കുന്ന ആളുകൾ ഞാൻ വീണ്ടും ആർത്തിക്ക് ഈ വന്നിരിക്കുന്ന ആളുകൾ എത്ര ആളുകൾ ഇയാൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ട വിഷയവും കൂടിയാണ്. അവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തെ സമ്പൂർണ്ണമായി നശിപ്പിച്ചതിനും അഴിമതിയിൽ കുളിപ്പിച്ചതിനും കുടുംബവാഴ്ച നടപ്പിലാക്കുന്നതിനും കിട്ടിയിരിക്കുന്ന ഒരു വളരെ ആംബുഷിംഗ് ആയ ഒരു സംഭവമായി അത് പരിണമിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഓക്കെ.